ഇന്നലെ ഞാൻ ആശുപത്രി സൂപ്രണ്ട്, അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഏതാണ്ട് ഒരു വർഷത്തോളമായി ജാമായിരുന്നു. അതായത് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസറായിരുന്നു. അപ്പോൾ സൂപ്രണ്ടായിട്ടാകെ 2-3 ദിവസമായിട്ടുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മളെ ഒരു മന്ത്ലി കോൺഫറൻസ് നടക്കുകയുണ്ടായി. അപ്പോൾ ഇന്നാണ് ശരിക്ക് നമ്മളെ ബ്ലോക്ക് കോൺഫറൻസ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ HAയും ബാക്കിയുള്ളവരൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു മാസത്തെ പദ്ധതികളൊക്കെ അവലോകനം ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റയാണ് അവിടെ വരുമ്പോൾ അതിനുള്ള ചർച്ചയാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മന്ത്ലി കോൺഫറൻസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ നടത്തുമായിരുന്നു ഫോണിൽ. ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ നടത്തിയ കാരണം ഇമ്മ്യൂണൈസേഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ആശുപത്രി ജീവനക്കാരെ എടുത്ത് അതിന് ശേഷം നമ്മളെ പബ്ലിക് ഹെൽത്ത് ജീവനക്കാരെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനത് ഇനീഷ്യലി നമ്മളെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പബ്ലിക് ഹെൽത്തിലെ HA JHAമാരുടെ ഇഷ്യൂസ് കഴിഞ്ഞു. ഇനി JPHമാരുടെ ഈ RCHയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ സ്ലൈഡുകൾ ഇങ്ങനെ പെൻഡിങ് നിൽക്കുവാണ് സ്ക്രീനിൽ. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ex-MLA ആയിരുന്നു. അപ്പം സാറ് വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരാളെ നമ്മുടെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അപ്പോൾ അയാൾക്ക് നെഞ്ചുവേദനയായിരുന്നു. അപ്പോൾ നെഞ്ചുവേദന ഡോക്ടേഴ്സ് ECG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ECG എടുത്തു. അതിനുശേഷം ട്രോപ്പൈ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് ട്രോപ്പൈ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ആണോ അല്ലോ എന്ന് തീരുമാനിക്കാൻ ടെസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പേഷ്യൻറ്റിനെ റെഫർ ചെയ്തു. ആ പേഷ്യൻ്റ് നമ്മുടെ ലാബിൽ ഇവിടുന്ന് കൗണ്ടറിൽ പോയിട്ട് അതിൻ്റെ ചാർജ് 300 രൂപ അടച്ചു. അപ്പോൾ അവർ അഡ്രസ്സൊക്കെ ഇട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് തരുമെന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ആ പേഷ്യൻ്റ് വന്നപ്പോഴത്തേക്ക് ഇവർ ആ ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് വിട്ടപ്പോൾ അതിൻ്റെ ഒരു കാർഡ് തീർന്നു പോയി. അപ്പോൾ അത് തീർന്നു പോയിട്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് എമർജൻസി ചെയ്യാൻ ടെസ്റ്റാണ്. അപ്പോൾ അതിന് തർക്കമായി. അപ്പോൾ അവർ പറഞ്ഞ നിങ്ങൾ ഇവിടെയുള്ള ഒരു ടെസ്റ്റ് ഉറപ്പിച്ചല്ലേ പൈസ വാങ്ങാവൂ, അതുകൊണ്ട് നിങ്ങൾ ഇത് ശരിയല്ല, നിങ്ങൾ എങ്ങനെ അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു തർക്കമായപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ex-MLA വിളിക്കുന്നത്. അപ്പം ഞാനത് അപ്പം തന്നെ നമ്മുടെ ലാബിലെ ജീവനക്കാരെ വിളിച്ച് ഈ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി പറഞ്ഞു. കാരണം നിങ്ങൾ ഒന്നുകിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാവോ, അല്ലെങ്കിൽ ഇത് എമർജൻസിയാണ്, ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അത് എങ്ങനെയാലും പോയി ഡിസ്പോസ് ചെയ്തോ. അപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള ടെസ്റ്റ് ചെയ്യണം, കാരണം അറ്റാക്ക് വന്നാൽ നമുക്കറിയില്ല, ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ വിപിൻ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം വിപിൻ ഡോക്ടർ ഇന്നലെ 2 to 8 കാഷ്വാലിറ്റി ഡ്യൂട്ടിയാണ്, 2 മുതൽ 8 വരെ. ഇത് ഏതാണ്ട് 2 മണിക്കാണ്, 1:30-2 മണിയുടെ ഇടക്കാണ് ഈ സംഭവം. അപ്പോൾ വിപിൻ അവിടെ എത്തി. കാരണം വിപിനാണ് പബ്ലിക് ഹെൽത്തിന്റെ കൂടെ ചാർജ്. അപ്പോൾ അതുകൊണ്ട് വിപിൻ അവിടെ എത്തി. അപ്പോൾ വിപിനും കൂടെ ഉണ്ടായിരുന്നു ഡിസ്കഷനിൽ. അപ്പം അതിൻ്റെ ഇടക്കാണ് ഈ കോൾ വന്നു. അപ്പോൾ അതിനുശേഷം ഈ ലാബിലെ 2 പേര്, അനിലും സുധാകരനും കൂടി പറഞ്ഞു വിട്ടപ്പോൾ വിപിനും കൂടെ ഒന്ന് ഡിസ്പോസ് ചെയ്യും, ഞാനിപ്പോൾ ഈ സ്ലൈഡും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിടുകയുണ്ടായി. അപ്പോൾ അത് അത്ര എനിക്ക് അവിടെ ഞാൻ ചെയ്തായിട്ടുള്ളൂ. പിന്നെ ബാക്കി ഞാൻ സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് എമർജൻസി കോൾ വന്ന് എമർജൻസി ആയി താഴെ അവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഓടി വരുമ്പോഴത്തേക്ക് ഈ സംഭവം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പേര് എന്നെ പിടിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കുന്തിയാക്കി. അപ്പോൾ മറ്റാളെ ഇത് ചെയ്തു കൊണ്ടുപോയി. അപ്പോൾ വിപിൻ ഇതിൽ യാതൊരുവിധ കക്ഷിയല്ല. നിർഭാഗ്യവശാൽ എനിക്ക് വേണ്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഡോക്ടറാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് കൃത്യമായിട്ടും അതൊരു വധശ്രമമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അതിൻ്റെ ഫൂട്ടേജുകളൊക്കെ പരിശോധിച്ചു. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോന്നു. കൂടെ 2 കുട്ടികളുണ്ട്. കുട്ടികളോടുകൂടി വന്നിട്ടാണ്, കുട്ടികളുടെ ബാഗ് തന്നെയാണ് ഇതിനായിട്ട് ഈ ആയുധം കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ച്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് ഇവിടുന്ന് കൃത്യമായി അന്വേഷിച്ചിട്ട് 1, 2, 3 പ്രാവശ്യം തിരിച്ചു വന്ന് ഇതിൻ്റെ ചെയ്യുന്ന ഫുട്ടേജ്, ഡയറക്റ്റ് ഫുട്ടേജ് ഇല്ലെങ്കിലും എൻ്റെ റൂമിലത്തെ ഫുട്ടേജില്ല, ബാക്കി പുറത്തുള്ള എല്ലാ ഫുട്ടേജുകളും അവൈലബിൾ ആണ്. ഈ താങ്കളെ ലക്ഷ്യമാക്കിയാണ് വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൂപ്രണ്ടായിരുന്നു എന്റെ ലക്ഷ്യം എന്നാണ്. എന്താണ് താങ്കളോട് ഒരു ഈ ആശുപത്രിയിൽ ഇപ്പം ഞാൻ ജാമ സൂപ്രണ്ട് ഇൻചാർജായിട്ടും സൂപ്രണ്ടായിട്ട് 3 ദിവസമായിട്ട് ഇവിടെ ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഈ ഒരു പേഷ്യന്റിനെ, അതായത് നമ്മുടെ അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് പിടിച്ച കുട്ടി, ഡേറ്റ് എനിക്ക് കൃത്യം ഓർമ്മയില്ല, എന്തായാലും ആഗസ്റ്റ് 14-ന് 10:16 ആ OP ടിക്കറ്റിലെ ടൈം. നമ്മളെ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത ടൈം 10:16 OP ടിക്കറ്റ് എടുത്തത്. അതിനുശേഷം നമുക്ക് കാഷ്വാലിറ്റിയാണ് അടിയിലുള്ളത്. നമ്മളെ പുതിയ ന്യൂ ബ്ലോക്ക് ബിൽഡിംഗ് ആണിത്. അടിയിൽ കാഷ്വാലിറ്റി, മുകളിലാണ് OP പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പേഷ്യന്റ് പോയിരിക്കുന്നത് OP-യിലാണ്. OP എന്ന് പറഞ്ഞാൽ തന്നെ ജനറൽ OP-യാണ്.
ജനറൽ ഒ പിയിലാണ് കാണിച്ചത്. ഈ പേഷ്യന്റിന് ഇവിടെ മുകളിൽ പോകണമെങ്കിൽ 2 വഴിയാണ്, ഒന്നുകിൽ ആ സ്റ്റെയർ നടന്നു കയറണം, അല്ലെങ്കിൽ ലിഫ്റ്റ് പോകണം. എന്തായാലും അതൊരു സ്റ്റേബിൾ പേഷ്യന്റ് ആയിരുന്നു. ഒ പിയിൽ, ജനറൽ ഒ പിയിൽ കാണിക്കാൻ മാത്രം സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് ആയതുകൊണ്ടാണ് ജനറൽ ഒ പിയിൽ അവർ കണ്ടത്. അന്ന് ജനറൽ ഒ പിയിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഒന്ന് നമ്മുടെ മെഡിസിൻ ഡോക്ടർ ഉണ്ടായിരുന്നു, കെ ഉണ്ടായിരുന്നു, അദ്ദേഹം എഫ് ഡി മെഡിസിൻ ആയിരുന്നു. ഈ ജനറൽ ഒ പിയിൽ ഡോക്ടർ വിപിന്റെ നേതൃത്വത്തിൽ ഒരു 3-4 ഡോക്ടർമാരുണ്ട്, 2 ഹൗസ് സർജൻസ്, പിന്നെ ഈ NHM ഡോക്ടർ, അങ്ങനെ അത് പിന്നെ പീഡിയാട്രിക്സ് MD അപ്പുറത്തെ ഡോക്ടർ ഉണ്ട്. പക്ഷെ ഇവർ കാണിച്ചത് ഒരു NHM ഡോക്ടറായിരുന്നു. ഡോക്ടർ അത് നോക്കി, ആ പേഷ്യന്റ് വൊമിറ്റിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം. തലേന്ന് രാത്രി വൊമിറ്റിംഗ് ആയിട്ട് ഇന്ന് രാത്രി വന്നു എന്നാളും. അപ്പൊ ആ പേഷ്യന്റിനെ കൃത്യമായി നോക്കിയതിനു ശേഷം അവരോട് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ, ഛർദിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് പകരമുള്ള ഒരു എമർജൻസി പ്രൊസീജിയറാണ് ഇപ്പോൾ പുതിയത് വോമിക്കൈൻഡ് സബ്ലിംഗൽ സ്ട്രിപ്പ് അവൈലബിൾ ആണ്. അതോടെ പിടിച്ചെടുത്ത ഇഞ്ചക്ഷന്റെ എഫക്ട് കിട്ടും. അപ്പൊ അത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരി, അപ്പോൾ എന്നിട്ട് കാഷ്വാലിറ്റി കാണിക്കുക, അല്ലെങ്കിൽ OP കാണിക്കുക എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. അത് പ്രകാരം അവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതല്ല, അവരവിടെ വെയിറ്റ് ചെയ്താണ് കാഷ്വാലിറ്റിന്റെ അടുത്ത്. അപ്പോൾ അവർ ആ സ്ട്രിപ്പ് വെക്കാൻ വേണ്ടി അവിടെ പോയി അവിടെ തന്നെ കിടന്നു. ആ റിസൾട്ട് കിട്ടിയ ഏതാണ്ട് 1 മണിയോട് കൂടിയാണ്. അപ്പോൾ 2 ഡോക്ടർമാരാണ്. നമ്മുടെ കാഷ്വാലിറ്റി ടൈം എന്ന് പറയുന്നത് 2 to അതായത് മോർണിംഗ് 8 to 2, 2 to 8 ഉം 8 to 8 ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഏതാണ്ട് 2 ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഇവര് പലരും കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ കുട്ടീനെ കാണിക്കുന്നത് തോന്നുന്നു. അപ്പൊ ആ ഡോക്ടർമാർ പറയുന്നത് അതിനുശേഷം ഇവർ ആ ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്തു. ഡീഹൈഡ്രേഷനും വെള്ളം കുറവൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2:30 ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് കോൾ വരുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് കണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു സീഷർ, സസ്പെക്ടഡ് സീഷർ എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് ഫ്രോത്ത് വെച്ചിട്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സീഷർ ഉണ്ടായിരിക്കാം എന്നാണ് നിഗമനം. ഫിറ്റ്സ് ആയിരിക്കാം, അല്ലാണ്ട് സീഷർ ഇത് വരാൻ സാധ്യതയില്ല. അത് കണ്ടിട്ടുള്ളൂ. അത് കണ്ട് ഒന്ന് അതിന്റെ മാനേജ്മെന്റ് കൊടുത്ത്, അപ്പോൾ ഡ്രൗസി ആയതുകൊണ്ട് അപ്പൊ തന്നെ റെഫർ ചെയ്തു. പിന്നെ ആംബുലൻസിന് നമ്മളിപ്പോൾ 108 ആംബുലൻസ് ആകുമ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ അതിന് ഡിലേ വരും അടുത്ത് വരണമെങ്കിലൊക്കെ. അപ്പോൾ ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്ത് തന്നെ ചെറിയ സമയം 1/2 മണിക്കൂർ പോയിട്ടുള്ളൂ. അതല്ലാതെ ബോധപൂർവമായിട്ടുള്ള ഒരു ഡിലേ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തത് ഈ ഡോക്ടേഴ്സിന്റെ സൈഡ് പറയുകയാണെങ്കിൽ, ഈ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ പേഷ്യന്റ് വന്നാൽ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ കൃത്യമായ ഡോക്ടേഴ്സ് മുമ്പിൽ എത്തുമ്പോൾ അവരോട് വിട്ടിട്ടുണ്ട്, അതിലൊരു ഡിലേയും വരുത്തിയിട്ടില്ല. സാങ്കേതിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതറിയാം ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് എന്തെങ്കിലും ഡിലേ വന്ന്, അത് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഡോക്ടേഴ്സ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പൊ ഡോക്ടേഴ്സിനെ വെട്ടേണ്ട കാര്യം പ്രത്യേകിച്ച് ഇതിലില്ല. ഇനി ഒരു കാര്യം കൂടി, ഈ ഇനീഷ്യൽ കണ്ട ഡോക്ടർ ഞാനല്ല, OP കണ്ട ഡോക്ടറല്ല, കാഷ്വാലിറ്റിയിൽ ഈ പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്നതും ഞാനല്ല. പിന്നെ എന്തിനാ എന്നെ വെട്ടുന്നത്? ഒരു ബന്ധവും ഞാനായിട്ടില്ല. ഞാൻ ഈ ഇഷ്യൂ മാനേജ് ചെയ്യും, അത് ക്ലിയർ ചെയ്യുകയും ചെയ്ത് അതിനനുബന്ധിച്ചുള്ള എല്ലാ ഇഷ്യൂവും കൈകാര്യം ചെയ്ത് ഞാനാണ് അതിന്റെ എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്കുള്ള കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയായിട്ട് യാതൊരുവിധ ട്രീറ്റ്മെന്റിന്റെ ഭാഗം എന്റെ ഫാൾട്ട് എന്ന് പറയാൻ പറ്റില്ല, മറ്റേതിൽ എന്റെ ഫാൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം HMC മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റ് മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, DMO മീറ്റിംഗ് കൂടിയുണ്ട്. ഈ സംഭവമൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ഇതൊക്കെ കഴിഞ്ഞാണ്, ഇതെല്ലാം സെറ്റിൽഡ് ചെയ്ത കാര്യമാണ്. അതിനുശേഷം ഇപ്പൊ ഇത് വരേണ്ട കാര്യം എന്ത്? അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. എല്ലാം കഴിഞ്ഞ റിപ്പോർട്ട് DHS, ADHS ഇവിടെ വന്ന റിപ്പോർട്ട് അന്വേഷിച്ച് സംഭവം ഇതൊക്കെ ക്ലിയർ ചെയ്ത് പേപ്പറൊക്കെ ക്ലിയർ. അത് കൃത്യമായ രേഖകൾ തരേണ്ടത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നത്. അപ്പൊ അവിടെ നിന്നാണ് ആ രേഖകൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളെ മുമ്പിൽ തന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെൻഡിംഗ് എന്നാണ്. അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ഇവിടെ നിന്ന് ഒരു കുട്ടിയെ റെഫർ ചെയ്ത് കഴിഞ്ഞ് സീഷറായിട്ട് ബ്രോഡ് ഡെഡ് ആയ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുന്നത് പോസ്റ്റ്മോർട്ടമാണ്. ഭരണകാരണം ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. അത് കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജിനാണ്. ഓട്ടോപ്സി നടത്തി അവിടെയാണ് കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുക. അവിടെ നിന്നാണ് മരണകാര്യം കണ്ടുപിടിക്കുക. അത് കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് കൊടുക്കേണ്ടത്. മിക്കവാറും കോർപ്പറേഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രിയിലേക്ക് ഓട്ടോമാറ്റിക് പോകും. അത് ഓൺലൈൻ രജിസ്ട്രിയാണ്, നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പം അതാണ് അതിന്റെ ഉത്തരവാദിത്വം. ഇതില് ഏതാണ്ട് ഒരു മാസം മുമ്പേ ഏതാണ്ട് അറിയോ, ഈ മാസം വരെ ഈ പേഷ്യന്റ് വന്നിരുന്നു. അപ്പൊ ഞങ്ങള് ഇത് ഇടപെട്ടു. അപ്പോ ഡെത്ത് കിട്ടിയില്ല എന്നാണ്. അപ്പൊ ഞാനത് HIനെ വിളിച്ചു. HI ഇവിടെ ഉണ്ട്, ഞാൻ HI വരെ വിളിക്കാൻ വന്നു. അപ്പൊ അത് അയാളെ വിളിച്ചു. അയാളെ ഇവിടുന്ന് സമാധാനപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്താണ്
ഈ സംഭവം എന്താണ് കിട്ടാത്തതല്ല. അപ്പം തന്നെ DM ഉള്ള വേറെ ഡോക്ടറുണ്ട്, DSO ആയിട്ടുള്ളതും അല്ലാത്ത ഡോക്ടറെ വിളിച്ച് ഈ കാര്യം ഡിലേ വരുന്നുണ്ട്, അത് എന്താണെന്ന് നോക്കിയിട്ട് കോർപ്പറേഷനൊക്കെ ചെയ്യണമെന്നോ കോർപ്പറേഷൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാണ്. HIന്റെ അടുത്ത് പറഞ്ഞാണ്, TA വെച്ചിട്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് DMO വെച്ചിട്ട് ഇതിൽ എന്താണ് ഡിലേ എന്നുള്ളത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്റെയും HIന്റെയും നമ്പർ കൊടുത്താണ്. പിന്നെ ഇങ്ങേരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തല്ല ഈ സാധനം കിടക്കുന്നത്, അതായത് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് തരേണ്ടത് എവിടെ നിന്നാണോ പോസ്റ്റ്മോർട്ടം അവിടെ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കിട്ടുക. നിങ്ങൾ അവിടെ സൂപ്രണ്ടിന് ഒരു കത്ത് കൊടുക്കുക. കാരണം അവിടെയാണ് എന്തെങ്കിലും ഡിലേ, അവിടുത്തെ ഡിലേന്റെ കാരണം പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ സൂപ്രണ്ടാണ്. സൂപ്രണ്ട് ഒരു കത്ത് കൊടുക്കുക, അതിനൊരു കോപ്പി വെക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്റെ നമ്പറുണ്ട്, HIന്റെ നമ്പർ നിങ്ങൾ വിളിക്കാം. പക്ഷെ ആള് വിളിച്ചിട്ടില്ല എന്നിട്ട്. താങ്കൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്നലെ മാധ്യമങ്ങളോട്. താങ്കൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ല, എനിക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്നു. മന്ത്രിക്കും അല്ല, എന്നെ വെട്ടാൻ വന്ന ആള് മിസ്സായിട്ട് വെട്ടിയാണ്. അപ്പൊ അത് മുകളിലേക്ക് അയക്കുന്നു. ഡെഡിക്കേഷൻ എപ്പോഴും മുകളിലാവാനാ. ഞാനിന്ന് പവനായി ശവമായത്, ഞാൻ ശവാണ്ട ആളാണ്. നിർഭാഗ്യവശാൽ അല്ലെ ഭാഗ്യവശാൽ ഞാൻ ജീവനോട് ഇരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതില് ഞാനല്ല പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത്, ഞാനല്ല കാഷ്വാലിറ്റി ട്രീറ്റ് ചെയ്ത്, ഞാൻ ഇതിലിടെയില്ല. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിലെ കൃത്യമായി കൺവേ ചെയ്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്. അയാൾ പറഞ്ഞാൽ എന്ത് ഇത് വേണമെങ്കിലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ HIന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോളോ അപ്പ് ചെയ്യാൻ DMOയിലെ ഡോക്ടർ ശ്രീജിത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഡിലേ വരുന്നത് എന്തെങ്കിലും അവരുടെ ടെക്നിക്കൽ ഫാൾട്ട് ആയിരിക്കാം. കാരണം വല്ല പാത്തോളജിയോ അല്ലെങ്കിൽ ഓട്ടോപ്സി ഹിസ്റ്റോളജി റിസൾട്ട് ഒക്കെ പെൻഡിങ് ആയിരിക്കാം. അത് അവിടെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇത് നമ്മുടെ സുപ്പീരിയർ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട് ആ ഓഫീസിൽ. അപ്പൊ അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അതിലെവിടെയാണ് ഞാൻ ഫാൾട്ട് ആകുന്നത്? ഇവരുടെ കുടുംബം പറയുന്നത് ഈ മരണം എന്ന് പറയുന്നത് സംഭവിച്ചു പോയതാണ്. പക്ഷെ മരണത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രി കാരണം താങ്കൾ തന്നെ പറഞ്ഞ കുട്ടി ജനറൽ OPയിലേക്ക് വന്ന കുട്ടിയാണ്. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ആ കുട്ടി സിക്കായി മാറുകയാണ്, ശരീരം നീല നിറമായി മാറുന്നു. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഇത്ര പെട്ടെന്ന് കുട്ടി സിക്കായപ്പോഴും ഈ ആശുപത്രിയിൽ നിന്നും പാലിക്കേണ്ട ഒരു ജാഗ്രത, അല്ലെങ്കിൽ റഫർ ചെയ്ത് വിടണമെങ്കിൽ അതിനൊരു വേഗത്തിലുള്ള മറുപടി അതുണ്ടാവാഞ്ഞതാണ് മരണത്തിന് കാരണം. ഇവിടെ എത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംയോജിതമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് മരിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ കുട്ടി OPയില് 10-16 OP ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത സമയം നേച്ചറലി OPയിൽ കാണിക്കുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല, ഒരു ക്യൂ ആയിരിക്കും. അതിനെ ഡിസ്പോസ് ചെയ്ത് ഡോക്ടർ വിടുകയാണ്. അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ട് നടന്നു വന്ന കുട്ടിയാണ്. ഇന്നലെ ആ കുട്ടിക്ക് പനി ഉണ്ടായിരുന്ന മറ്റൊന്നും ചിലപ്പോൾ അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വൊമിറ്റിംഗ് ആണ് പ്രിഡോമിനന്റ് സിംറ്റം. അതുകൊണ്ടാണ് ആ വൊമിറ്റിംഗിലുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ടാബ്ലറ്റോ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് റിസൾട്ട് കൊടുത്തിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടി കാഷ്വാലിറ്റിയിലേക്ക് റെഫർ ചെയ്തല്ല ഡോക്ടർ. ആ കുട്ടി ആ രീതിയിൽ സിക്കാണെങ്കിൽ നേരെ കാഷ്വാലിറ്റി പോയി കാണിക്കുക, അവിടെ എടുത്തെന്നാ പറയാ. അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആ കുട്ടിക്ക് അതിന് ശേഷം വെള്ളമോ ഭക്ഷണം കൊടുത്തോന്നൊന്നും നമുക്കറിയില്ല. വെയിറ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി മാത്രമാണ്. പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു. അത് ആ ഡോക്ടർക്ക് മാത്രം പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് മറ്റേ ഡോക്ടറെ കാണിച്ചത്. അതും മറ്റേ ഡോക്ടറുടെ ഇന്റർവേഷനിന് ശേഷമാണ് എന്താണെന്ന് വെച്ചറിയാം. ഇനി കാഷ്വാലിറ്റിയുള്ള ബാക്കി സ്റ്റാഫിനടുത്ത് അവിടുത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ അതൊക്കെ ആ കുട്ടിയുടെ അമ്മക്കാണ് കൂടുതലായിട്ട് അറിയാം. ഈ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമായിട്ട് ഡിലേ ഇല്ല. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലായി, ഇപ്പൊ നിങ്ങൾക്ക് മെൻജോഎൻസെഫലൈറ്റിസ് നിങ്ങൾക്ക് എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എവിടെയും ഡയഗ്നോസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ കുട്ടി ആ കുളത്തില, കുളം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുണ്ടാണ്, ഒരു വേസ്റ്റ് ഒക്കെ പോലെ, അതിൽ കുളിച്ചിട്ടുണ്ടോ കൃത്യമായ ഹിസ്റ്ററി അവിടെ പറഞ്ഞു കൊടുത്താൽ ആ ഡോക്ടർ വരെ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ചിന്തിക്കില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടിയും MD ഒക്കെ ലെവലിലെ ഡോക്ടറൊക്കെ ആയിരിക്കണം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നിർഭാഗ്യവശാൽ അന്ന് 3 MD അതൊന്നും കാണിച്ചില്ല. അപ്പൊ അതിൽ ഡിലേ എങ്ങനെ പറയാം? നാച്ചുറലായിട്ട് വന്ന കുട്ടി നാച്ചുറൽ കോഴ്സ് വന്ന കുട്ടി നാച്ചുറൽ കോഴ്സ് അവിടെ വന്നിട്ട് ആ റിസൾട്ട് ബാക്കി കാഷ്വാലിറ്റി ഡോക്ടറെ കാണിച്ചെന്ന് പറഞ്ഞു പോയി. അവിടെ എവിടെയാണ് നമ്മളെ ഭാഗത്ത് ഡിലേ വരുന്നത്? അല്ല, അത് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവാവുന്ന ഒരു മിസ്ഇന്റർപ്രിറ്റേഷൻ. കാരണം പല രീതിയിൽ പലരും ഇതിനെ വളച്ചെടുക്കുന്നുണ്ട്. കാരണം മനസ്സിലാക്കണത് അമീബിക് മസ്തിഷ്കം അത്ര കോമൺ ആയിട്ടുള്ള സാധനമല്ല. അത് ഡേഞ്ചറസ് ആണ്. 98% മോർട്ടാലിറ്റി ഉള്ള സാധനമാണ്. അപ്പൊ അത് ഈ കുട്ടിക്ക് ഇൻഫെക്ട് ആണെങ്കിൽ ആ കുട്ടി ആ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് മൂക്ക് കൂടിയാണ് അത് യൂഷ്വലി അത് കയറി പോയിട്ട് തലച്ചോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അസിംറ്റമാറ്റിക് ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന അർത്ഥം. സീസർ വന്ന തലയിൽ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ ഈവൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഇതിന് ശേഷം എത്ര പേര് അമീബിക് അപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് രോഗമായിട്ട് ആ കുട്ടി വരുന്നത്. ഇന്നലെ ആ കുട്ടിക്ക് എന്തുണ്ടാന്ന് നമ്മൾ ആ ഡോക്ടറെ അടുത്ത് കൺവേ ചെയ്തില്ല, രണ്ടാമത്തെ ഡോക്ടറെ കൺവേ അറിയില്ല. രണ്ടാമത് കാഷ്വാലിറ്റി മാനേജ് ചെയ്യാൻ വന്ന ഡോക്ടറാണ്. അവിടുത്തെ വരുന്നതിനുള്ള കുറച്ച് സമയം അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതും ഡോക്ടർമാരുടെ ഭാഗത്തുള്ള ഡിലേ അല്ല. അങ്ങനെയാണ് ലേറ്റ് പ്രസന്റേഷൻ. അമീബിക് മെനിഞ്ചൈറ്റിസ് ഇങ്ങനെ ഇന്ന് മുതൽ നാളെ അങ്ങനെ അവസാനം തലയിൽ ഉള്ളിൽ കയറിയതിനു ശേഷം പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടാവുക.
അപ്പൊ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു സിംറ്റം ഇല്ലാതെ വന്നിട്ട് അതുവരെ നോർമലായിട്ട് അതാണ് മുകളിലുള്ള ഒ പിയിലുള്ള ഡോക്ടർ ആ പേഷ്യന്റിനെ കേഷ്വാലിറ്റിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. അവര് വെയിറ്റ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്താ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഡോക്ടറെ കണ്ടാണ്. മനസ്സിലായോ? പിന്നെ ആ കുട്ടീന്റെ ബാക്കി സ്റ്റാറ്റസ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ ഡീഹൈഡ്രേഷൻ ഉണ്ടോ, വെള്ളം കുടിച്ചോ ചായ കുടിച്ചോ ഒന്നും അറിയില്ല. കാരണം എമർജൻസി അല്ലാത്തതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അയാളെ GRBS, ഷുഗർ, പ്രഷർ മറ്റൊക്കെ നോക്കും. ഇത് സ്റ്റേബിൾ ആയതുകൊണ്ടായിരിക്കും ഡോക്ടർ അത് വിടാത്തത്. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്ത് ഇതിനു വേണ്ടി മാത്രം. അപ്പൊ അത് ഓൾറെഡി അപ്പോൾ അവിടെ ഉള്ള സാധനമാണ്. അതിന് ഇവിടെ ഡിലേ വന്നോണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇത് എന്തെങ്കിലും അവിടെ ചെയ്തുകൊണ്ടോന്ന് അത് അതിന്റെ ഔട്ട്കം വ്യത്യാസം വരാൻ വളരെ കുറച്ച് സാധ്യത. അത് എക്സ്പെർട്ടുകളാണ് പറയുന്നത്, ഞാനല്ല. ഓട്ടോറിറ്റീസ് അതാണ് സത്യം. അപ്പൊ അതിന് എന്താണ് ഈ ഡോക്ടർ ഇതിൽ ഡിലേ വരുത്തിയത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഡോക്ടറെ മുമ്പിലെത്തുന്ന അപ്പം തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർക്ക് എത്തിയാൽ ഡിലേ ഉണ്ടോ എനിക്കറിയില്ല. പിന്നെ ടെക്നിക്കൽ ഡിലേ ഉണ്ടോ, ഇതൊരു കേഷ്വാലിറ്റിയാണ്. കേഷ്വാലിറ്റിയിൽ ഫുൾ ടൈം കണ്ടിന്യൂസ് വരികയാണ്. MLC വരും, പോക്സോ വരും, RTA വരും, മറ്റവരും എല്ലാം വരും. അപ്പൊ അതൊക്കെ ഡോക്ടർ മുമ്പ് ചെയ്യും. ഡോക്ടർ പറഞ്ഞാൽ ഞാൻ വരുമ്പോഴത്തേക്ക് ഇതാണ് സ്ഥിതി, ഞാൻ കണ്ട അത്രേ ഉള്ളൂ. അതിന് ഡോക്ടർ എങ്ങനെയാ വെട്ടിക്കൊല്ലാൻ തീരുമാനിക്കുക? യെസ്, അതിലേക്കാണ് വരുന്നത്. അപ്പോ ഇതില് ഞാനല്ല ചികിത്സിച്ച ഡോക്ടർ. പിന്നെ ഇത് നാച്ചുറൽ കോഴ്സിൽ വന്നാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സിംറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എക്സ്പെർട്ടുകൾ പറയട്ടെ. അങ്ങനെയും പ്രസന്റ് ചെയ്യാം. കേസ് പ്രസന്റേഷൻ നോക്കിയാൽ അറിയാം. ആകെ കുറെ മോർട്ടാലിറ്റി റേറ്റ് 80%, 80%. മറ്റത് വളരെ കുറച്ച് ആളുകളുടെ. ഇപ്പൊ തന്നെ വന്നാൽ മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം എത്ര ആൾ മരിച്ചു, എത്ര ആൾ ബാക്കിയുണ്ട്. അപ്പൊ അത്രയായി മോർട്ടാലിറ്റി. അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാണ് ഈ സംഭവം അറിയാം. തലച്ചോറിൽ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അവിടെ ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സീഷർ വന്നു മീൻസ് അത് എസ്റ്റാബ്ലിഷ് ആയി. ഞാൻ പറയാൻ കാരണം ഞാൻ മെഡിസിൻ കൂടി ആയോണ്ടാണ്. അപ്പൊ അങ്ങനത്തെ കേസിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പ്രശ്നമുണ്ട്. അതാണ് ഒരു കാര്യം. അപ്പൊ ഇതില് ഞങ്ങൾ എസ്പെഷ്യലി ഡോക്ടേഴ്സ് എവിടെയാണ് ഫാൾട്ട്? അത് നിങ്ങൾ മീഡിയ പറയാം, നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറയാൻ റെഡിയാ. അപ്പൊ എന്നെ വധിക്കാൻ വരണമെങ്കിലുള്ള മോട്ടീവ് എന്താണ് എനിക്കറിയേണ്ടതാണ്. എന്താണ് ഇതിന്റെ പുറകിലുള്ള മോട്ടീവ്? ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത്? ഇയാളാണ് ഇതിന് കാരണം പറഞ്ഞത്. അല്ലെങ്കിൽ കേസായിട്ട് നോക്കി ഇതിലെവിടെയാണ് നമ്മളെ ഡിലേ? അത് നിങ്ങൾ മീഡിയാസ് ചോദിക്കണം. ഇത് മീഡിയാസ്, ഞാൻ മീഡിയാസിനെ കുറ്റം പറയല്ല. ഇങ്ങനെയുള്ള കുറെ ന്യൂസുകളും ഇതിന്റെ പുറകിൽ കുറച്ച് പേരും കളിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വരാനുള്ള ഒരു കാരണം. ഒന്നാമത് അപ്പൊ ഇത്രയാണ് ജനറൽ സിറ്റുവേഷൻ. ഇനി ഞാൻ കുറച്ച് വേറെ കാര്യങ്ങൾ കൂടി പറയും. അതായത് ഞാനിവിടെ ജാമായിട്ട് പോസ്റ്റ് ചെയ്തു. ജാമായിട്ട് ഞാനിപ്പോ സൂപ്രണ്ടാകുന്ന ആകെ 3 ദിവസമായിട്ടാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ചെറിയ രൂപത്തിലുള്ള അല്ല, അത്യാവശ്യം സാമാന്യം വലിയ രൂപത്തിലുള്ളതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ വന്ന് എസ്റ്റാബ്ലിഷ് അത് പ്രശ്നം. ഇന്നലെ ഞങ്ങള് DYSP ആണ് ഒരു 8-9 മണിയാകുമ്പോഴാണ് ഈ ആയുധങ്ങളൊക്കെ അവിടെ നിന്ന് CC ചെയ്ത് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത്, അത് കഴിഞ്ഞ് ഒരു 9:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ അടുത്ത ബിൽഡിങ്ങില്, നമ്മളെ ഈ ബിൽഡിംഗ് അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഇവിടുന്ന് നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ പൊട്ടിക്കുന്ന അവിട്ട് പൂത്തിരി തൃശ്ശൂർ പുറത്തൊക്കെ കാണുന്ന അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു ഡോക്ടറെ വെട്ടുന്നതിന് ഇവിടെ അമിട്ട് പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതും? ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിന്റെ അടുത്ത പുറത്തുനിന്ന് ആശുപത്രി മുമ്പ് നമ്മളറിയാം ഇത് പൊട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു ഡോക്ടറെ വെട്ടിയതിന് ഇവിടെ ആഘോഷിക്കുന്നത്? അപ്പൊ ആരുടെയോ ശക്തമായ കരങ്ങളുണ്ട്. ഇവിടെ നമ്മളെ സെക്യൂരിറ്റി മിനിയാണെന്ന് തോന്നുന്നു. അവർ അവിടെ ഓടിപ്പോയപ്പോ അവിടുന്ന് കുറെ ആൾക്കാർ ഓടിപ്പോയി എന്നാ പറഞ്ഞു. അപ്പൊ അത് ഇന്നലെ ഉണ്ടായതാണ്. പോലീസിന് CCTV ഫുട്ടേജോ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അങ്ങേര് ബോധപൂർവ്വം ഈ സാധനം വരുന്ന ഫുട്ടേജ് അവൈലബിൾ ആണ്. ബാഗ് ഇട്ട് 2 കുട്ടികളെയും കൊണ്ടാ വന്നത്. അപ്പൊ ഒരു കൃത്യമായ പ്ലാനിങ് കൂടി വന്നത്. ആ പ്ലാനിങ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ അന്ന് ആ CCTV ഫുട്ടേജ് എന്റെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മള് അതോറിറ്റി പെർമിറ്റാണ് ഞാൻ തരാം. കൃത്യമായി നോക്കിയാൽ അറിയാൻ പറ്റും. 2 കുട്ടികളെ കൂടെയാണ് വരുന്നത്. അത് കുട്ടി വരുമ്പോ ഇനീഷ്യലി വരുമ്പോ ഒരു കുട്ടിയുടെ പുറത്താണ് ഈ കത്തിയിട്ട ബാഗ്. കത്തിയല്ല, അത് വടിവാളാണ് വലിയ, നിങ്ങൾ കണ്ടിട്ടാവും വിചാരിക്കുന്നു. ആ പുറത്താണ് ബാഗ്. അപ്പൊ ആ കുട്ടി അറിയാം, ആളുകൾക്കറിയാം, കൂടെയുള്ള ആളുകൾക്കറിയാം, ആ ഇൻഫർമേഷൻ കൊടുത്ത ആളുകൾക്കറിയാം. അപ്പൊ ഇത് കൃത്യമായ വധശ്രമമാണ്. എന്നെ മാത്രം ലക്ഷ്യമിട്ട് വരാം. ഇതില് എവിടെയാണ് ഞാൻ എന്റെ ഫാൾട്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് റെക്ടിഫൈ ചെയ്യണോ അല്ലെങ്കിൽ അതിന് എന്താ ചെയ്യാൻ റെഡിയാണ്. ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് വന്നിട്ട് ആ കുട്ടി മരിച്ചതിന്റെ ആ ഇഷ്യൂ ഉണ്ടായ ആ ഒരു ദിവസങ്ങൾ, അത് എന്റെ അറൗണ്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ എല്ലാ മീഡിയാസും അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ വന്ന് ഇതാണ്. അപ്പൊ ആ ഇഷ്യൂ DMO DSO ഞാൻ HC എല്ലാം വെച്ചിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്ത് ക്ലോസ് ചെയ്ത് സെറ്റിലായി കഴിഞ്ഞാണ്. അപ്പോ അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഇവിടെ വൈകുന്നേരം 4:30 കഴിഞ്ഞതിന് ശേഷം 4:45 കുറച്ചു പേര് നമ്മൾ സെക്യൂരിറ്റി ഒന്നും അറിയാതെ ഇതിന്റെ ഉള്ളിൽ വാഴ വെച്ചു. ഇവിടെ കൊണ്ടുവച്ച് വാഴ വെച്ചു, സംഭവിച്ചു. അത് എനിക്ക് റിപ്പോർട്ടർ TVയിലെ ഇതിന്റെ ഫുട്ടേജുകളുണ്ട് നമ്മളെടുത്ത്. അപ്പൊ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ പ്രശ്ന ഇഷ്യൂസ് സെറ്റിൽഡ് ആയതിനു ശേഷം ബോധപൂർവം എന്നെ കരിവാരിത്തേക്കാനും ഈ ആശുപത്രിയെ മോശമാക്കാനും വേണ്ടിയിട്ട്
ഇവിടെ വന്നിട്ട് വൈകുന്നേരം 4:30 ശേഷം 5 മണിക്ക് ഓഫീസ് ക്ലോസ് ചെയ്യുന്ന സമയം അന്നേരം ആരും ഉണ്ടാവില്ല. അപ്പൊ 5 മണി ഏതാണ്ട് 5 മണിക്കാണ് സംഭവം. എന്നിട്ട് അവര് വിളിക്കാൻ ഇപ്പം സൂപ്രണ്ട് വിളിക്കും ഇപ്പം ചെയ്യാൻ. അപ്പൊ അതിന്റെ മോട്ടീവ് എന്താണ് അവരുടെ ലക്ഷ്യം? ഈ ഇഷ്യൂ നമ്മൾ ചെയ്താണ് DMO DSO DHS വരെ ഇടപെട്ട് സെറ്റിൽ ചെയ്ത ഇഷ്യൂവിന് ശേഷം അവരത് കുത്തിപ്പോക്കുക. അപ്പൊ അതിനൊക്കെ കൃത്യമായ മോട്ടീവ് ഉണ്ട്. അപ്പൊ ഇന്നലത്തെ കൃത്യമായ മോട്ടീവ് ഉണ്ട്. ഇയാൾ മാത്രം ആണ് ഇതെന്ന് വിശ്വസിക്കാൻ വയ്യ. ഇതിന്റെ ഉള്ളിൽ മണി ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്ന് വരെ സംശയമുണ്ട്. കൃത്യമായ പ്ലാനോടുകൂടിയ വധശ്രമമാണ്. കുറച്ചു നാൾ മുമ്പേ ഒരു സംഘടനാ നേതാവ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ ഇതൊക്കെ ഇന്ന് കാണിച്ച് എനിക്ക് ജീവന ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് DYSP കംപ്ലൈന്റ് എടുക്കും, ബാക്കി കളക്ടർക്കും എല്ലാം കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഇതുമായിട്ടനുബന്ധിച്ച് പറയുന്നത്. കാരണം ഈ ഇഷ്യൂ സെറ്റിൽഡ് ആയ ഇഷ്യൂ ഇപ്പൊ കുത്തിപ്പൊക്കാനും ഇതിന്റെ പോയിട്ടും കൃത്യമായ മോട്ടീവ് ഉണ്ട്. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഇവിടെ പെർമനന്റ് ആയി എന്നുള്ള ഓർഡർ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പുറകില് ആരുടെയൊക്കെയോ കറുത്തതോ വെളുത്തതോ ആയ കൈകൾ ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ DYSPക്ക് കംപ്ലൈന്റ് എടുക്കുന്നു. ഏത് സംഘടനയാണ് സാർ? ഈ രാഷ്ട്രീയ സംഘടനയാണോ? രാഷ്ട്രീയ സംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയല്ല. അത് കുറെ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതോറിറ്റിക്ക് ഡിസ്ക്ലോസ് ചെയ്യും. അവരന്വേഷിക്കട്ടെ. ഇതിന്റെ എനിക്കറിയേണ്ട വേറെ ഒന്നല്ല. എന്റെ തെളിവ് എന്റെ എഫേർട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. അതല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞത് അവരതാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ മോട്ടീവ് ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പൊ ഇന്നലെയും പറഞ്ഞ ആൾ ഇനിയും ഞാൻ വന്നിട്ട് ഞാൻ വെട്ടി ഇതാക്കും. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്നെ കൊണ്ട് നമ്മുടെ വിപിൻ ഡോക്ടർക്കാണ് കിട്ടിയത്. ഞാനാണെങ്കിൽ മിക്കവാറും 2 ലാബ് ടെക്നീഷ്യന്മാരുണ്ടാവില്ല എന്റെ കൂടെ. ഇനി ഒറ്റക്കായിരിക്കും. ആ വെട്ടിന് കഴുത്തോസം പോലും ഞാൻ ഇന്നലെ തീർന്നുണ്ടാവും. ഇന്നലെ ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കേണ്ട അവസ്ഥയായിരിക്കും. കുട്ടികൾ അനാഥമാവും. അപ്പൊ ഇതായിരുന്നു സത്യം. പക്ഷെ അതിൽ എന്താണ് ഡോക്ടർമാരുടെ ഫോൾട്ടെന്നോ എന്റെ ഫോൾട്ടെന്നോ എനിക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല. അതിന്റെ ബാക്കിൽ സമഗ്രമായ അന്വേഷണം വേണം. നല്ല ഗൂഢാലോചനയുണ്ട്. ഈവൻ ഞാൻ ആരോപിക്കുന്ന മണി ട്രാൻസാക്ഷൻസ് വരെ സാധ്യതയുണ്ട്. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് മെഡിക്കൽ കോളേജ്.